നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗർ, ദ ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് വെൽനസ് കോച്ച്, ഓതർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് സെപ്റ്റർ ലൈഫ് സ്കിൽസ് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു പുതിയ വൈറ്റൽ ഏരിയയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പുതിയ നല്ല ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കാണുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതിനു മുമ്പ് എല്ലാവരുമായിട്ട് എനിക്ക് നല്ലൊരു താങ്ക്സ് പറയാനുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സബ്ജക്റ്റ് ഏരിയാസ് കാണും സംസാരിക്കാൻ, അതും നിങ്ങൾക്ക് അറിയിക്കാം. എന്നാൽ ചിലരൊക്കെ എന്നെ അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെ ആ സബ്ജക്റ്റ് ഏരിയാസ്. അവയെല്ലാം ഞാൻ ഈ എപ്പിസോഡുകളിൽ എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ സബ്ജക്റ്റാണ് സൂയിസൈഡ്, അതായത് ആത്മഹത്യ. സൂയിസൈഡ് നമ്മളിപ്പം കുറേ ആയിട്ട് ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളാണ്. ചില ബിസിനസ്മാൻമാർ സൂയിസൈഡ് ചെയ്യുന്നു, സെലിബ്രിറ്റീസ് സൂയിസൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില കൊച്ചുകുട്ടികൾ, ഇന്നിപ്പോൾ ഞാൻ കണ്ടു ഫേസ്ബുക്കിനകത്ത് വളരെ ചെറിയൊരു പയ്യനും അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ റീസൺസും അതല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമുക്കൊന്ന് നോക്കുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആത്മഹത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറയുന്നത്, അത് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ്ലി അത് സക്സസ്ഫുൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ളത് സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡൽ അത് നമ്മൾ അറ്റംപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ WHO കണക്കനുസരിച്ച് ഒരു വർഷം 800,000 ഒരു 8 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ എവറി 40 സെക്കൻഡിൽ ഒരാൾ മരിക്കുന്നു സൂയിസൈഡ് മൂലം. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ റീസൺസ് പലതാണ്. അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ പറയും, ആ വ്യക്തി അയാൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അയാൾക്കൊരിക്കലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹം കാണില്ല. അയാൾക്കൊരിക്കലും ജീവിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തോട് അയാൾക്ക് അങ്ങനെ അതങ്ങ് അവസാനിപ്പിച്ചേക്കുന്നല്ല. അയാളുടെ ആ വേദന അയാൾ കുറച്ച് നാളായിട്ട് ചിലപ്പോൾ കൊണ്ടു നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു പെയിനിൽ നിന്നായിരിക്കാം. എന്താണോ അയാൾക്ക് ആ നിമിഷമുള്ള ആ സമയത്തുള്ള അയാളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ WHO കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 50% ആൾക്കാർ ഒരു മെൻ്റലി ആണ് അവർക്ക് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, മെൻ്റൽ ഹെൽത്ത് എന്തുമാത്രം നിങ്ങൾ നോക്കേണ്ട ഒരു ഏരിയ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം 50% ആൾക്കാരും മരിക്കുന്നത് മെൻ്റൽ ഡിസോർഡർ, എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ഇൽനെസ് ഉള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആയിരിക്കാം, അക്യൂട്ട് അല്ലെങ്കിൽ നമ്മളുടെ സൈക്കോട്ടിക് സ്ട്രെസ്സിൻ്റെ റിലേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ബാക്കിയുള്ള അതർ സീരിയസ് സ്കിസോഫ്രീനിയ പോലെ പല രീതിയിലുള്ള അസുഖങ്ങളായിരിക്കാം. അപ്പം പിന്നെ ഉള്ളത് വരുന്നത് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ കൊണ്ടും സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കുട്ടികളും ആയാലും വലിയവരായാലും വെറുതെ ഇരിക്കരുത്. വെറുതെ നമ്മൾ പറയുന്നത് ഐഡിൽ മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ തിന്നും സുഖിച്ചും കുടിച്ചും കഴിയുമ്പോൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, ജീവിതത്തെപ്പറ്റി ജീവിക്കാനായിട്ട് എങ്ങനെ ഒരു ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. പിന്നെ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജോബില്ല, എക്കണോമിക്കലി പ്രശ്നമായതുകൊണ്ട് വരുന്നുണ്ട്, ഹങ്കർ, പോവർട്ടി അങ്ങനെ ഏരിയാസിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണർ, അതായത് എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ വരുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ഇൽനെസ്സും അതിന് റീസൺ ആകാറുണ്ട്. ഫിസിക്കൽ ഇൽനെസ് എന്ന് പറയുമ്പോഴത്തേനും ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്യൂറബിൾ ആകാത്ത ഡിസീസും ഇൽനെസ്സും ഒക്കെ വരുമ്പോഴത്തേനും അങ്ങനെ വരാറുണ്ട്. പിന്നെ സോഷ്യലി ഐസൊലേറ്റഡ് ആകുമ്പോൾ അതുവരെ സോഷ്യലി ഒക്കെ വളരെ നല്ല രീതിയിൽ നിന്നിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ വരുമ്പോൾ അങ്ങനെ പല റീസൺസ് ആണുള്ളത്. അതിൽ കൂടുതലും ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പക്കാർ മരിക്കുന്നു എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും ജീവിതത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊരു നോ കേട്ട് വളർന്നവരല്ല, അവരൊരു ചലഞ്ചിനെ ഫേസ് ചെയ്തിട്ടില്ല, അവർക്ക് ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും ഞാൻ കാണുന്നത് ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളും കുറേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അവരുടെ യു ക്യാൻ ഡു ഇറ്റ്, യു ആർ കേപ്പബിൾ, യു ഹാവ് ദിസ്, യു ഹാവ് ദാറ്റ് എന്ന് പറഞ്ഞൊരു വിന്നിങ് എന്ന് പറയുന്നത് എന്തോ അവരുടെ പ്രൊഫഷണലി സക്സസ്ഫുൾ ആകുകയും അവർ പൈസ ഉണ്ടാക്കി നമുക്ക് കാണാം. മില്യനെയർ മൈൻഡ് സെറ്റ്, മില്യനെയർ, ടു ബി എ മില്യനെയർ യു ഡു ദിസ്, അട്രാക്ട് മണി, അട്രാക്ട് സക്സസ്, അട്രാക്ട് ഇതെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേനും വി ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വളരെ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്കൊക്കെ ആയി പോകുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആകാൻ പറ്റാത്ത നിരാശയിൽ നിന്ന് നമ്മൾ
അങ്ങനത്തെ വരാറുണ്ട്. അതുപോലെ സിവിയർ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ലൈഫ് ഇവൻസിൽ അങ്ങനെ വരാറുണ്ട്. ലവ് ഫെയിലിയർ അനദർ റീസൺ ആണ്. പലരും അങ്ങനെ ഒബ്സസീവായിട്ട് വരുമ്പോൾ തന്നെ ലൈഫ് ഫെയിലിയർ വന്നിട്ട് അവരങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെത്ത് ഓഫ് ലവ്ഡ് വൺസ് ആൻഡ് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്. ഇനി ചിലർ ആലോചിച്ച് ഉറച്ച് ചെയ്യുന്നവരുണ്ട്. അതായത് എൻ്റെ മരണം കൊണ്ട് വേറൊരാൾക്ക് പ്രയോജനം ഉണ്ടാകുക എന്നുള്ള രീതിയിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് ചിലപ്പോൾ ഒരാളൊരു ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് അയാൾ വിചാരിക്കുകയാണ് വലിയ പാടാണ് ജീവിച്ചു പോകാൻ, അറ്റ്ലീസ്റ്റ് എൻ്റെ മക്കളെങ്കിലും ജീവിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. ചിലർ പറയും ഓക്കെ ഞാനാണ് കടവെല്ലാം എടുത്തിരിക്കുന്നത്, കടവെല്ലാം എൻ്റെ മകൾ, ഞാനില്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ പല റീസൺസാണ് ഒരാൾ ആ ഒരു ഡിസിഷനിലേക്ക് പോകാനായിട്ട്. ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ആലോചിച്ചുറച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നവർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെയൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ചാടിക്കാനായിട്ട്. പക്ഷേ ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ഇത്രയും ഗ്രാവിറ്റി ഉള്ളൊരു പ്രോബ്ലം ഇത്രയും കൂടുതൽ ആൾക്കാർ ചെയ്യുമ്പോഴും ഇത് ഏറ്റവും നന്നായിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്കവരെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് സിംറ്റംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രവണതയിലേക്ക് പോകുന്നവർ മിക്കവാറും അവർക്ക് ഒന്നില്ലെങ്കിൽ ഒരു വീട്ടിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവർ കാണും. അപ്പോൾ അങ്ങനത്തെ ഉണ്ടോയെന്ന് നോക്കണം. അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ സൂയിസൈഡ് ചെയ്തെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അവരെപ്പോഴും ഒരു ഹോപ്പ്ലെസ്നെസ് ആയിരിക്കും അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കിക്കൊണ്ട് അവരൊരിക്കലും എ ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, ഫ്യൂച്ചർ ഒന്നും അത്ര ഇതല്ല, എവറിത്തിങ് ഈസ് എ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സഹിക്കാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളവരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അവർക്ക് പാസീവ് തിങ്കിങ് ആണ്. ചിലപ്പോൾ നമ്മളൊക്കെ പറയത്തില്ല ഉറങ്ങി അങ്ങ് പോയാൽ മതി, എഴുന്നേക്കണ്ട, അങ്ങനെ പറയുന്ന ചില സിറ്റുവേഷൻസ് നമുക്കുണ്ടാകാറുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് എൻ്റെ പൊന്നെ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അത് ആ സമയത്തുണ്ടാകുന്ന നമുക്കൊരു ചെറിയൊരു സ്ട്രെസ്സും ആങ്സൈറ്റിയും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. ഇവർക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അവർ ഒരു റാപ്പിഡ് ആൻഡ് മോർ പ്രൊലോങ്ഡ് തോട്ട്സ് ആയിരിക്കും അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യണം. പിന്നെ അവർ പോയിട്ട് ഇങ്ങനെ നിങ്ങളിപ്പോൾ നോക്കുകയാണ് അതിനെപ്പറ്റി സംസാരിക്കുക, അവരെങ്ങനെയാണ് ചെയ്തതെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ അന്നേരം എന്താ സംഭവിച്ചതെന്ന് തന്നെ കൂടുതൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പല ഇൻസിഡൻറ്റിൽ അവരതിനെപ്പറ്റി അന്വേഷിക്കുക. അതുപോലെ ഗൂഗിളിലൊക്കെ പോയി ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുക, എങ്ങനെയാണ് മരിക്കാവുന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളെ ഒന്ന് അവർ പഠിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വി നീഡ് ടു ബി വെരി കെയർഫുൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ചിലപ്പോൾ ചിലരുടെ കയ്യിലൊക്കെ ഇങ്ങനെ പാടുകൾ കാണും, കയ്യിൽ, അതുപോലെ തന്നെ കാലയിലൊക്കെ പാടുകൾ കാണും, അത് വയറ്റത്തൊക്കെ പാടുകൾ കാണും. അതുപോലെ തന്നെ അവർ ചിലപ്പോൾ ഈ ബേണിങ് മാർക്സ് ഒക്കെ അവർക്ക് കാണാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ സൂയിസൈഡ് നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കും, അവരുടെ ഡയറിയിലോ അല്ലെ ബുക്കിലൊക്കെ ഇങ്ങനെ സൂയിസൈഡ് നോട്ട്സ് പോലെ അവർ എഴുതി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതല്ലെങ്കിൽ അവർക്ക് ഇതിനു മുമ്പ് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കാണുകയാണ് അതൊക്കെ സീരിയസ് സിംറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കരുത്. നേരത്തെയൊക്കെ നമ്മൾ പറയാം അതൊക്കെ സംസാരിച്ച് അവർക്ക് പിന്നെ ഐഡിയ കൊടുക്കുന്ന പോലെ അവരോട് സംസാരിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ലൈഫിനെ പറ്റി നിൻ്റെ ഇത്, വൈ ഡു യു തിങ്ക് ലൈക്ക് ദിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ലോജിക്കൽ റീസണിങ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കയറാം. അങ്ങനെയാണ് നമുക്ക് ഈ റെമഡിയിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ അവരോട് അങ്ങനത്തെ കാര്യങ്ങൾ ലോജിക്കലായിട്ട് സംസാരിക്കാം. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം, എന്തുകൊണ്ടാണ്, അപ്പോൾ ലൈഫ് നീ എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസ് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കണം. ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉള്ളവർ നിങ്ങൾ സ്വയമായിട്ട് അവരോട് ഓക്കെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സാധാരണ നമ്മൾ കാണുന്ന ഒരു റിലീജിയസ് ഗുരൂസിൻ്റെ അടുത്തോ അച്ഛന്മാരുടെ അടുത്തോ ഒക്കെ കൊണ്ടുപോകുക. അങ്ങനെ അതിൽ കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും അവരൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, അവർക്ക് മനസ്സിലാവും അതപ്പോൾ അവർ പറയും സൈക്യാട്രിക് മെഡിസിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അഡ്വൈസ് ചെയ്യും. അങ്ങനെ അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അവരെ സഹായിക്കാനായിട്ട് നോക്കണം. അങ്ങനെയാണ് അവരിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരാൻ പറ്റുക. അല്ലാതെ നമ്മൾ തന്നെയായിട്ട് പോയിട്ട് അവരെ സഹായിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ അവർക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ വേണം. അതുകൊണ്ട് പ്ലീസ് ഒരിക്കലും അതിനൊരു മടി വിചാരിക്കരുത്, അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചില പേരൻസിന് നമുക്കറിയാം ഈ ടീനേജേഴ്സൊക്കെ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പേടിപ്പിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം പേരൻസ് തന്നെ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. പിള്ളേരോട് എന്തെങ്കിലും പറയാൻ തന്നെ പല പേരൻസിനും പേടിയാണ്. അവർ ഒന്നുമില്ലെങ്കിൽ ഇതുപോലുള്ള ഭീഷണികൾ ഉയർത്തും, അതല്ലെങ്കിൽ ഇറങ്ങി പോകുന്നവരെ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പേരൻസ് തന്നെ പേടിയാണ്. അപ്പോൾ ചിലർ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും തിരിച്ചറിയണത് നിങ്ങളുടെ ചുമതലയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ ഇനി വന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്, അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മൾ റെമഡി അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അവർക്ക്
ഒരു മെൻ്റൽ ടഫ്നെസ്, ഒരു റെസീലിയൻസ് പവറൊക്കെ ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിതൊരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രിവെൻഷനിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ചെറുപ്പം മുതലുള്ള നമ്മളുടെ വളർന്നു വരുന്ന സാഹചര്യം, വളർന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് വരും നമ്മളുടെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത്. ആദ്യം നമ്മൾ തന്നെ ചെയ്യേണ്ടത് റീഡിഫൈൻ അവർ സക്സസ്. അപ്പം ഇപ്പോഴത്തെ സക്സസ് എന്ന് പറയുന്നത് പ്രൊഫഷണലി ഭയങ്കര ഇതാകുക, പൈസ ഉണ്ടാക്കുക, സ്റ്റേറ്റസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാക്കുക, വലിയ കാർ വാങ്ങിക്കുക, വലിയ വീട് വാങ്ങിക്കുക, വലിയ പോഷായിട്ട് ജീവിക്കുക, അങ്ങനെ സോഷ്യലി ഒരു പ്ലേസ് ഉണ്ടാക്കുക. ഐ എം സോറി, അത് ഒരു വൺ പേഴ്സൺ, ഒരു വൺ ഇതാണ്, ഒരു ഫേസാണ്. അല്ലെങ്കിൽ ഒരു നമ്മൾ പറയത്തില്ലേ, ഒരു ലൈഫിന് പല 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 സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരു സെഗ്മെൻറ്റാണ് ഈ പറഞ്ഞ കാര്യം. അപ്പം ബാക്കി സെഗ്മെൻറ്റ്സ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട്, ഞാനെന്ന വ്യക്തിത്വം എന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ സെൽഫുണ്ട്, പിന്നെ എൻ്റെ ഫാമിലി സെൽഫുണ്ട്, എൻ്റെ മാരേജ് സെൽഫുണ്ട്, അതുപോലെ തന്നെ എൻ്റെ എക്കണോമിക് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ ഉണ്ട്. അപ്പോൾ ഈ ഉള്ള എല്ലാ ഏരിയാസും ഇരിക്കുമ്പോൾ, ഈ സെഗ്മെൻറ്റ്സ് എല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ ആകെ നോക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു സക്സസ് ആകുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എനർജി, നമ്മുടെ വർക്കും എല്ലാം ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ബാക്കി അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പം നമ്മൾ പറയാം അവിടെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ബാക്കി സെഗ്മെൻറ്റ്സ് എല്ലാം വീക്കാണ്. ബിക്കോസ് യു ഹാവ് നെവർ ഗിവൺ അറ്റൻഷൻ ടു ദാറ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഒരേപോലെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ രീതിയിൽ നമ്മുടെ ലൈഫിനെ, ആ ഒരു രീതിയിൽ ലൈഫ് സക്സസിനെ ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ എക്കണോമിക് സക്സസ് മാത്രം ലൈഫ് സക്സസ് ആയിട്ട് കാണാതെ ബാക്കി ഏരിയാസ് എല്ലാം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പേരൻസും അങ്ങനെ തന്നെ ചെയ്യണം, കുട്ടികളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ എല്ലാവരും പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകണം, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവരായിരിക്കണം, എല്ലാ കാര്യത്തിനും നോക്കിക്കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകണം, പ്ലഷർ ഓറിയൻറ്റഡ് ആവരുത്. നെവർ ബി പ്ലഷർ ഓറിയൻറ്റഡ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങളൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് വേണം കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് വരാനായിട്ട്. അതായത് നമ്മൾ പാസ്റ്റിൽ എന്ത് വന്നാലും പാസ്റ്റിലെ നമ്മൾ ലേണിംഗ് എടുക്കണം, പ്രസൻറ്റിൽ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങളെ ആക്ഷൻ ചെയ്യണം. ഫ്യൂച്ചറിലേക്ക് നോക്കിക്കൊണ്ട് എന്താണോ നമ്മുടെ ഗോൾസും നമ്മുടെ ഡ്രീംസും നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫെയിലിയർ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്, അത് വന്നിരിക്കും. ഫെയിലിയർ ഇല്ലാതെ ഒരാൾക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം കുട്ടികളോട് എപ്പോഴും വിന്നിങ് എന്നേ പറയാം. അത് ഫെയിലായോ, നോ പ്രോബ്ലം, ലെറ്റ് us അനലൈസ് ഇറ്റ്. എന്തുകൊണ്ട് ഫെയിലായി, വൈ ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്, നെക്സ്റ്റ് ടൈം വാട്ട് യു ഷുഡ് ബി ഡൂയിങ്. അപ്പം അവരെ ഫൈറ്ററായിട്ട് വളർത്തിക്കൊണ്ട് വരണം. അതായത് ഐ എം എ ഫൈറ്റർ, ഐ ക്യാൻ face the failure, I can just raise from the failure, I will try my level best to not to surrender to the failure, I will get up and I will run again. അപ്പോൾ ആ രീതിയിലുള്ള, അപ്പോൾ എപ്പോഴും ഒരു ജീവിക്കുന്ന വ്യക്തിയാണ് പഠിപ്പിക്കുക, rather than running for success. യു ആർ ഓരോ മൊമെൻറ്റിലും നിങ്ങൾ ഫങ്ഷനിങ് ആകാനാണ് നമ്മളെല്ലാവരെയും പഠിപ്പിക്കേണ്ടത് എല്ലാ ഏരിയാസിലും. ചില ഏരിയാസിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ 4-5 കമ്പാർട്ട്മെൻറ്റിനെ പറഞ്ഞു. അപ്പം എവറി കമ്പാർട്ട്മെൻറ്റ് റിക്വയർസ് യുവർ അറ്റൻഷൻ. അത് ടൈംലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ടതാണ് വാല്യൂ എഡ്യൂക്കേഷൻ, മോറൽ വാല്യൂസ്, അവർ എത്തിക്സ്, അവർ കൾച്ചർ, അവർ ബിലീഫ് സിസ്റ്റം, ഇതിനെല്ലാം നമ്മൾ നോക്കണം. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും, എബിലിറ്റി ഉണ്ടെങ്കിലും, സ്കില്ലുണ്ടെങ്കിലും, എത്ര ഹാർഡ് വർക്കിംഗ് ആണെങ്കിലും, ദർ ഇസ് സംതിങ് എൽസ് ഇസ് ദർ. എന്തോ ഒരു നമുക്ക് ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കൈവരിക, റൈറ്റ് രീതിയിൽ അതിനെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു എക്സ് ഫാക്ടറാണ്, നമ്മുടെ കയ്യിലുള്ളതല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മളും നോക്കേണ്ടത്, നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും, ഓക്കെ, ഐ ഹാവ് ഡൺ മൈ പാർട്ട്, ലെറ്റ് ദ യൂണിവേഴ്സ് ഗീവ് മീ വാട്ട് ഐ സപ്പോസ് ടു ഗെറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, നീ നിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രതിഫലം എന്തായാലും നിനക്ക് വന്നുകൊണ്ടിരിക്കും, അത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ ഓരോ കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ. അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് വരുന്നത്. കോൺഫിഡൻസ് ഇസ് ട്രസ്റ്റിംഗ് യുവർ സെൽഫ് ആൻഡ് ദ യൂണിവേഴ്സ്. നമ്മളെയും ട്രസ്റ്റ് ചെയ്യുന്നു, യൂണിവേഴ്സിനെയും ട്രസ്റ്റ് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ട്? അതുപോലെ തന്നെ നമ്മൾ അവരുടെ പേഴ്സണാലിറ്റി സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റാണ്. ഹാബിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അറിയോ? വെൻ യു സേ, എന്താണോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത്, ദാറ്റ് ബിക്കംസ് അവർ ബിലീഫ്. ആ ബിലീഫ് നമ്മുടെ ബിഹേവിയർ ആവും. പിന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആ ബിഹേവിയർ ബിക്കംസ് അവർ ഹാബിറ്റ്. അങ്ങനെ എന്താണോ നമ്മൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, ദാറ്റ് ബിക്കം
ഹൂ വി ആർ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കണം, എന്താണ് ഞാൻ എൻ്റെ ബ്രെയിനിനോട് പറയുന്നത്, am I giving it the right message. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ റൈറ്റ് മെസ്സേജ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. നല്ല ലൈഫ് എഡ്യൂക്കേഷൻസ് കൊടുക്കണം. ദ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഹൗ ടു മേക്ക് ദ റൈറ്റ് ചോയ്സസ്, യുവർ തിങ്കിങ് സ്കിൽസ്, യുവർ എന്താ പറയുക, നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് ചെയ്യാനുള്ള സ്കിൽസ്, പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ്, നിങ്ങളുടെ മെൻ്റൽ ടഫ്നെസ് സ്കിൽസ്, റെസീലിയൻസ് ബിൽഡിങ്, അങ്ങനെ ഒത്തിരി സ്കിൽസുകളുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ ലൈഫിനെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ കുട്ടികളെയും അത് തന്നെ പരിശീലിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം മോചനം ഉണ്ടാവും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.